guys, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രേഗ്രൻസ് കളക്ഷനുമായിട്ടാണ്. ഫ്രേഗ്രൻസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ പെർഫ്യൂം കളക്ഷനാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ബോഡി മിസ്റ്റുകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഫ്രേഗ്രൻസ് കളക്ഷൻ 2 പാർട്സ് ആയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് കാണിക്കുന്ന പെർഫ്യൂം കളക്ഷൻ വേറൊരു ബോഡി മിസ്റ്റിൻ്റെ കളക്ഷനും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്നോട് എൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെർഫ്യൂം കളക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കളക്ഷൻ ബിൽഡ് ചെയ്യുന്നതേ ഉള്ളൂ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം സ്റ്റിൽ ബിൽഡിങ് മൈ കളക്ഷൻ. പിന്നെ ഞാൻ ഓർത്തു ഇപ്പോൾ ഉള്ളതങ്ങ് കാണിച്ചേക്കാം, പിന്നീട് വേണമെങ്കിൽ അപ്ഡേറ്റഡ് കളക്ഷൻ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു കളക്ഷനാണ്, വലിയൊരു കളക്ഷനൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയൊരു കളക്ഷനാണ്. എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡ്രില്ല് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക, കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അവിടെയും ഞാൻ കണ്ടന്റ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പെർഫ്യൂംസ് ആണ്. പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2 ടൈപ്പാണ്. ഒന്ന് ഓഡി പെർഫ്യൂം, ഒന്ന് ഓഡി ടോയ്ലറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഓഡി ടോയ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി വായിച്ചു തരാനായിട്ട്. അപ്പം ഓഡി ടോയ്ലറ്റ് എന്ന് പറയുന്നത് EDT, അത് 5 to 15% കോൺസെൻട്രേഷൻ ഉള്ളതാണത്. അപ്പോൾ അത് ഒരു 2 to 4 hours ആണ് ലാസ്റ്റ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി either ആൽക്കഹോൾ ഓർ വാട്ടർ ബേസ്ഡ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് EDP ആണ്, അതായത് ഓഡി പെർഫ്യൂം. അത് 15 to 25% കോൺസെൻട്രേഷൻ ഉള്ളതാണ്. അപ്പോൾ അതായത് നമ്മുടെ EDTയെക്കാട്ടിലും കൂടുതൽ ലോഞ്ചറ്റിവിറ്റി കിട്ടും. ഇതൊരു 6 to 8 hours വരെ ലാസ്റ്റ് ചെയ്യും. ഇത് 2 അല്ലാണ്ട് ഒത്തിരി ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് വേറെ ഉണ്ട് കേട്ടോ, അതായത് ഫ്രേഗ്രൻസ് കാറ്റഗറീസ് വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നുള്ളത് EDTയും EDPയും ആണ്. ഇത് പോരാണ്ടുള്ള ബോഡി മിസ്റ്റ് ഞാൻ വേറെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോഞ്ചറ്റിവിറ്റിയുടെ കാര്യം ഇനി ഞാൻ എടുത്തെടുത്ത് വീഡിയോയിൽ പറയുന്നതല്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. EDT ഒരു 2 to 4 hours കിട്ടും, EDP ഒരു 6 to 8 hours കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള EDP EDTയുടെയും എല്ലാം ലോഞ്ചറ്റിവിറ്റി അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്തെടുത്ത് ഇനി വീഡിയോയിൽ എവിടെയും പറയുന്നതല്ല. ഓക്കെ. പിന്നെ എൻ്റെ ഒരു ഫ്രേഗ്രൻസ് താല്പര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വുഡി ഫ്രേഗ്രൻസസ് ആണ് ഇഷ്ടം. മസ്കി, വുഡി, പിന്നെ ഈ പറഞ്ഞ പോലെ ഗോമാൻ ഫ്രേഗ്രൻസസ്, അതായത് വാനില, കൊക്കോ, അതുപോലത്തെ എഡിബിൾ ആയിട്ടുള്ള ഫ്രേഗ്രൻസസ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രേഗ്രൻസ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ, വുഡി, മസ്കി ഫ്രേഗ്രൻസുകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഫ്രൂട്ടി ഫ്രേഗ്രൻസുകൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. സോ അങ്ങനത്തെ ഫ്രേഗ്രൻസുകൾ എനിക്ക് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഞാൻ എല്ലാ ഫ്രേഗ്രൻസിൻ്റെയും, അതായത് എല്ലാ പെർഫ്യൂമിൻ്റെയും ടോപ്പ് നോട്ട്സും മിഡിൽ നോട്ട്സും ബേസ് നോട്ട്സും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്കിതെല്ലാം മനപ്പാഠം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം എൻ്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് പെർഫ്യൂം നമുക്ക് കാണാം. നമ്മുടെ ഫസ്റ്റ് പെർഫ്യൂം ഡോൾഷെ ആൻഡ് ഗബാനയുടെ ലൈറ്റ് ബ്ലൂ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ സമ്മർ എസെൻഷ്യൽസ് വീഡിയോയിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല, പിന്നെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് സാധനം. ഇത് ഓഡി ടോയ്ലറ്റ് ആണ്, ഡോൾഷെ ആൻഡ് ഗബാനയുടെ ലൈറ്റ് ബ്ലൂ. ഇങ്ങനെയാണ് അതിൻ്റെ കവർ വരുന്നത്. ഇത് ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള കവറാണ്, ഒരു വെൽവെറ്റി ടെക്സ്ചറാണ് ഈ ഒരു കവറിന് വരുന്നത്. ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഫ്രോസ്റ്റി ബോട്ടിലാണ്, ഒരു സ്കൈ ബ്ലൂ കളർ അടപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇത് ഒരു ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആണ്. ഞാൻ ആ സമ്മർ എസെൻഷ്യൽസ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. ഒരു സിട്രസി നോട്ടാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ സമ്മറിലൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രഷ് സിട്രസി നോട്ട്സ് ഒക്കെ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സമയമാണ് സമ്മർ. അപ്പോൾ സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമ്മറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനിത് അങ്ങനെ ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. സമ്മറിലൊക്കെ പുറത്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ
ടോപ്പ് നോട്ട്സ് വരുന്നത് സിസീലിയൻ ലെമൺ. ഞാൻ പറഞ്ഞല്ലോ സിട്രസി നോട്ട്സ് ആണ്. അപ്പം സിസീലിയൻ ലെമൺ ആണ് ഇതിന്റെ ടോപ്പ് നോട്ട് വിത്ത് ആപ്പിൾ, സെഡാർ ആൻഡ് ബെൽഫ്ലവർ. അതാണ് അതിന്റെ ടോപ്പ് നോട്ട്സ്. മിഡിൽ നോട്ട്സ് വരുന്നത് ബാംബു, ജാസ്മിൻ ആൻഡ് വൈറ്റ് റോസ്. ബേസ് വരുന്നത് സെഡാർ, മസ്ക് ആൻഡ് ആംബർ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫ്ലോറൽ ആൻഡ് മസ്കി ഫ്രേഗ്രൻസ് ചേർന്ന് വരുന്ന ഇഷ്ടമാണ്. സോ ഇതിൽ ഈ പറഞ്ഞ ബെൽഫ്ലവർ, ജാസ്മിൻ, വൈറ്റ് റോസ് എല്ലാം കൂടി ഒരു ഫ്ലോറൽ നോട്ട് കൊണ്ടുവരും. ഈ സിസീലിയൻ ലെമൺ ഒരു സിട്രസി നോട്ട് കൊണ്ടുവരും. ആൻഡ് ദെൻ സെറ്റിൽ ആകുമ്പോഴത്തേക്കും ഒരു മസ്കി ആംബർ ഫ്രേഗ്രൻസ് വരും. സോ എല്ലാം കൊണ്ടും ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രഷ് ഫ്രേഗ്രൻസുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഫ്രേഗ്രൻസ് ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അടുത്തത് ലാംബ് ഓഫ് പാരീസിന്റെ എക്ലാറ്റ് ടി ഫ്ലോർസ് എന്നുള്ള പെർഫ്യൂമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ് വരുന്നത്. ഒരു ക്ലിയർ പാക്കേജിങ് ആണ്. അതിൻ്റെ അകത്ത് നല്ല പ്രിട്ടി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്. നല്ലൊരു പ്രിട്ടി പാക്കേജിങ് ആണ്. ഇതിന്റെ മുകളിൽ ഒരു പിങ്ക് കളർ സ്റ്റോൺ ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി പാക്കേജിങ് ആണ്. ഇതും ഒരു ഫ്ലോറൽ വുഡി ഫ്രേഗ്രൻസ് ആണ്. ആ ഒരു ഫ്ലോറൽ ടോപ്പ് നോട്ട്സും ഒരു വുഡി ബേസ് നോട്ടും വരുന്ന ടൈപ്പാണ്. ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് നോട്ട് വരുന്നത് പിയർ ആണ്. മിഡിൽ വരുന്നത് ഫ്രീഷ്യ, ജാസ്മിൻ ആൻഡ് റോസ്. ബേസ് വരുന്നത് വൈറ്റ് മസ്ക് ആൻഡ് സാൻഡൽവുഡ്. സോ ഞാൻ പറഞ്ഞ പോലെ ബേസ് നോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു മസ്കി നോട്ടും ഒരു സാൻഡൽവുഡിന്റെ കോമ്പിനേഷനും കൂടെ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു ഡ്രൈ ഡൗൺ ആണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ടോപ്പ് നോട്ട് പിയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. പിന്നെ ഇത് ഓഡി പെർഫ്യൂം ആണ്. ഓഡി ടോയ്ലറ്റ് അല്ല, ഓഡി പെർഫ്യൂം ആണ്. അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റിവിറ്റി 6 to 8 hours ഒക്കെ കിട്ടേണ്ടതാണ്. ബട്ട് ഓൺ മൈ സ്കിൻ ഇതൊരു 4 to 5 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ പെർഫ്യൂമിൻ്റെ ഒക്കെ ലോഞ്ചിറ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൻ കെമിസ്ട്രി ഓൾസോ. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി കെമിസ്ട്രി അനുസരിച്ച് അതിന് ഡിഫറൻസ് വരാം. സോ ഇത് എൻ്റെ ബോഡിയിൽ ഒരു 4 to 5 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. മേ ബി ഓൺ യുവർ സ്കിൻ ഡിഫറൻസ് വരാം. ഏതായാലും ഓഡി പെർഫ്യൂം ആണ്. നല്ല അടിപൊളി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. നിങ്ങൾക്ക് ഫ്ലോറൽ ഫ്രേഗ്രൻസ് ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് റസാസിയുടെ അർബാ വർദാദ് ആണ്. ഇതും ഓഡി പെർഫ്യൂം ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാക്കേജിങ് വരുന്നത്. ഒരു സിൽവർ ആൻഡ് വയലറ്റ് ബോക്സ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. നല്ല സ്റ്റോൺസ് ആൻഡ് സിൽവർ വർക്കൊക്കെ വന്നിട്ട് നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലാണിത്. ഇവിടെ റസാസി എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഒരു ക്രിസ്റ്റൽ ഡോം ഒക്കെ ഉണ്ട് ഇതിന്. സൂപ്പർ പ്രിറ്റി ബോട്ടിലാണ്. ഇതുപോലത്തെ ഭയങ്കര ഭംഗിയുള്ള ബോട്ടിൽസ് ഉള്ള പെർഫ്യൂംസ് ഒക്കെ എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ്. കാരണം ഈവൻ പെർഫ്യൂം തീർന്നാൽ പോലും വേണമെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ടൊക്കെ വെക്കാം. നിങ്ങളുടെ ഒരു വാനിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കാണാനായിട്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ കുപ്പി. സോ ഇതിന്റെ ഫ്രേഗ്രൻസിന്റെ കാര്യം പറയുകയാണെങ്കിലും ഇതും ഒരു ഫ്ലോറൽ വുഡി ഫ്രേഗ്രൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലെല്ലാം ഒരു ഫ്ലോറൽ വുഡി മസ്കി കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ് കൂടുതലുള്ളത്. സോ ദിസ് ഇസ് ഒരു ഫ്ലോറൽ വുഡി ഫ്രേഗ്രൻസ് ആണ്. ഇതിന്റെ ടോപ്പ് നോട്ട് വരുന്നത് ബർഗമോട്ട് ആണ്. മിഡിൽ വരുന്നത് ജാസ്മിൻ ആൻഡ് റോസ്. ബേസ് വരുന്നത് അഗൈൻ മസ്ക്, സാൻഡൽവുഡ് ആൻഡ് ആംബർ. സോ ആ ഒരു ഡ്രൈ ഡൗൺ മസ്ക്, സാൻഡൽവുഡ്, ആംബർ എന്നൊക്കെ പറയുമ്പോൾ ഡ്രൈ ഡൗൺ ഭയങ്കര ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ടോപ്പ് നോട്ട് ബർഗമോട്ടും റോസും ജാസ്മിനും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ടോപ്പ് നോട്ട്സ് ആണ് വരുന്നത്. ഓഡി പെർഫ്യൂം ആണ്. സോ ലോഞ്ചിറ്റിവിറ്റി ഓബിയസ്ലി നല്ല ലോഞ്ചിറ്റിവിറ്റി ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഈവൻ ഡ്രസ്സൊക്കെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ പോലും, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ പോലും അതിൽ പെർഫ്യൂമിന്റെ ആ ഒരു ഫ്രേഗ്രൻസ് ലിങ്കർ ചെയ്യുന്നുണ്ടാവും. സോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. അടിപൊളി പെർഫ്യൂം ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രേഗ്രൻസുകളിൽ ഒന്നാണിത്. അടുത്തത് ഡാർക്കോം ലക്ഷറി പെർഫ്യൂമിന്റെ 555 ഓഡി പെർഫ്യൂം ആണ്. ഒരു ബ്ലാക്ക് ബോക്സ് ആണ് പാക്കേജിംഗ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാക്കേജിങ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടിൽ വരുന്നത്. ഒരു ക്ലിയർ ബോട്ടിലാണ് വിത്ത് ഒരു പ്ലാസ്റ്റിക് അടപ്പാണ്. ഇതും ഓഡി പെർഫ്യൂം ആണ്. ഇത് ആക്ച്വലി ഞങ്ങൾ വാങ്ങിച്ചത് ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. സോ ഇത് അങ്ങനെ ബ്രാൻഡ് ആണോ എന്നൊന്നും അറിയാൻ പാടില്ല. അവിടുന്ന് വാങ്ങിച്ചതാണ്. അത് ഒരു സെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതിലൊരെണ്ണമാണിത്. ബാക്കിയൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു, റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു. ഇത് ഞാൻ വെച്ചു. സോ അതുകൊണ്ട് ഇത് പുറമേ വാങ്ങിക്കാൻ കിട്ടുമോ, ബ്രാൻഡ് ആണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇതിന്റെ ഫ്രേഗ്രൻസ് വരുന്നത് അടിപൊളിയാണ്. ഒരു ഫ്ലോറൽ വുഡി മസ്കി ഫ്രേഗ്രൻസ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ ഇത് യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ സോ ബോത്ത് മെൻ ആൻഡ് വുമൻ രണ്ടുപേർക്കും യൂസ് ചെയ്യാം. ഇതിന്റെ ടോപ്പ് നോട്ട് വരുന്നത് ഫ്ലോറൽ നോട്ട്സ് ആണ്. മിഡിൽ വരുന്നത് പച്ചൂളി,
ബേസ് വരുന്നത് മസ്ക് ആൻഡ് ആംബർഗ്രേസ്. സോ ഇതിൽ ആ ഒരു പച്ചോളി വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആവുന്നത്. പച്ചോളി ഉള്ളത് മിക്കതും ഒരു കുറച്ചൊരു മാസ്കുലിൻ നോട്ട്സ് അതിൽ വരും, അതുകൊണ്ടാണ് ഇത് യൂണിസെക്സ് എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, പെർഫ്യൂംസിലൊക്കെ ഒരു മെയിൽ ഫീമെയിൽ കാറ്റഗറിയോട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക യോജിപ്പില്ല. ബിക്കോസ് നമുക്ക് ഫ്രേഗ്രൻസ് ഇഷ്ടമായാൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനിപ്പോൾ മെയിൽ ഫ്രേഗ്രൻസ് ഫീമെയിൽ ഫ്രേഗ്രൻസ് എന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു വേർതിരിവ് വേണ്ടതിൻ്റെ ആവശ്യമൊന്നും തോന്നിയിട്ടില്ല. സോ എനിവേസ് ഇത് യൂണിസെക്സ് ആണ്, അതിലൊരു പെച്ചോളി ടോൺ ഉണ്ട്, അതുകൊണ്ടാണ് അത് യൂണിസെക്സ് എന്ന് പറയുന്നത്. മസ്കി ഡ്രൈ ഡൗൺ ആണ് വരുന്നത്. സോ അതാണ് എനിക്ക് ഇഷ്ടമായ കാര്യം, ഫ്ലോറൽ ടോപ്പ് നോട്ട്സും മസ്കി ഡ്രൈ ഡൗണും. സോ ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ബൾഗാരിയുടെ ഗോൾഡിയ ദ റോമൻ നൈറ്റ് അബ്സല്യൂട്ട് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ പാക്കറ്റ്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ചേർന്നുള്ള നല്ലൊരു പ്രിറ്റി പാക്കേജിംഗ് ആണ്. ഇതാണ് അതിൻ്റെ ഒരു ബോട്ടിൽ വരുന്നത്. നല്ലൊരു പ്രിറ്റി ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ പാക്കേജിംഗ് ആണ്. ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളത് നല്ല ഭംഗിയാണ്. വാനിറ്റിയുടെ പുറത്തൊക്കെ ഇരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ കുപ്പി. ഇതിനെക്കുറിച്ച് ഇവർ എഴുതിയിരിക്കുന്നത് ഓഡി പെർഫ്യൂം സെൻഷ്വൽ എന്നാണ്. അതായത് ഒരു സെൻഷ്വൽ ഓഡി പെർഫ്യൂം ആണ്. കൂടുതലും നൈറ്റ് ടൈമിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണിത്. ഇതും അഗൈൻ ഒരു ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. ഇതിന്റെ ടോപ്പ് നോട്ട്സ് വരുന്നത് പ്ലം ആൻഡ് ഓറഞ്ച് ബ്ലോസം, മിഡിൽ വരുന്നത് മഡഗാസ്കർ വനീല, ജാസ്മിൻ സാമ്പക്, ബേസ് വരുന്നത് ബ്ലാക്ക് മസ്ക്, മോസ് ആൻഡ് പച്ചോളി. സോ ഞാൻ നേരത്തെ പറഞ്ഞു പച്ചോളി ഉള്ളതുകൊണ്ടാണ് ഇതിനൊരു നേരത്തെ ഞാൻ കാണിച്ച അഡാക്കോം പെർഫ്യൂമിനൊരു യൂണിസെക്സ് നേച്ചർ വരുന്നതെന്ന്. ഇതും കാര്യം വുമൺ ഫ്രേഗ്രൻസ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇതിൽ പച്ചോളി ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് മസ്ക് ഉണ്ട്. സോ അതൊക്കെ കുറച്ചൊരു മാസ്കുലിൻ ടോൺസ് ഉള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഫ്രേഗ്രൻസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാവും. കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. ഓൾസോ ഇതിൽ ബ്ലാക്ക് പ്ലം ഉണ്ട്, അപ്പോൾ അതും കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് ആണ് അത് തരുന്നത്. അപ്പോൾ ഒരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല ബോൾഡ് ആയിട്ടുള്ള സെൻഷ്വൽ ആയിട്ടുള്ള ഒരു നൈറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതുപോലെ ആ ഒരു ഓറഞ്ച് ബ്ലോസത്തിന്റെ ആ ഒരു നോട്ട് ടോപ്പ് നോട്ടിൽ വരുന്നത് കൊണ്ട് ഒരു ഫ്രഷ് നേച്ചറും ഉണ്ട് ഈ പെർഫ്യൂം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു അടിപൊളി നൈറ്റ് പെർഫ്യൂമാണിത്. നിങ്ങൾക്ക് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള മാസ്കുലിൻ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടമാവും, ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ജെന്നിഫർ ലോപ്പസിന്റെ ലിവ് എന്നുള്ള പെർഫ്യൂമാണ്. ലിവ് എന്നാണോ ലൈഫ് എന്നാണോ വായിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ പാക്കേജിങ്. ഒരു മെറൂൺ കളർ പാക്കേജിംഗ് ആണ്, നോർമൽ പാക്കേജിംഗ് ആണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഒരു മൾട്ടി കളർ ബോട്ടിലാണ്. ഇവിടെ ഈ നെക്കിൽ ജെന്നിഫർ ലോപ്പസ് എന്ന് എഴുതിയിട്ടുണ്ട്, ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. നമുക്ക് വാനിറ്റിയുടെ പുറത്തൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് ഒരു ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഫ്രൂട്ടി ഫ്രേഗ്രൻസുകൾ അത്ര ഇഷ്ടമല്ലാന്ന്. പക്ഷെ ഇതിൽ ഒരു ഫ്രൂട്ടി നോട്ട്സ് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നില്ല, ഫ്ലോറൽ നോട്ട്സ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ട് വരുന്നത് പൈനാപ്പിൾ, സിസീലിയൻ ലെമൺ, ഇറ്റാലിയൻ ഓറഞ്ച്. സോ ടോപ്പ് നോട്ട്സ് എല്ലാം ഫ്രൂട്ടിയാണ്, പക്ഷെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. അതായത് ലെമണും ഓറഞ്ചും ഒക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ്. ഒത്തിരി ഭയങ്കര നമ്മുടെ സെൻസസിനെ അടിച്ചു കളയുന്ന പോലത്തെ ഫ്രൂട്ടി ഫ്രേഗ്രൻസ് അല്ല, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ്. പിന്നെ അതുപോലെ മിഡിൽ വരുന്നത് റെഡ് കറന്റ് ബ്ലോസം, പിയോണി ആൻഡ് വയലറ്റ്. ബേസ് വരുന്നത് കാരമൽ, സാൻഡൽവുഡ്, ടോങ്ക ബീൻ ആൻഡ് വാനില. അപ്പോൾ ഇതിന്റെ ബേസ് നോട്ട്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. കാരണം ബേസ് നോട്ട്സ് മൊത്തം ഗോമാൻ ഫ്രേഗ്രൻസസ് ആണ് വരുന്നത്. കാരണം കാരമൽ ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, ടോങ്ക ബീൻ ഉണ്ട്, വാനില ഉണ്ട്. സോ ഡ്രൈ ഡൗൺ അടിപൊളിയാണ്. ഇതിന്റെ ബേസ് നോട്ട്സ് കിടുവാണ്. ടോപ്പ് നോട്ട്സും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമാവുന്ന ടൈപ്പ് ഒരു ഫ്രേഗ്രൻസ് ആണ്. ഒരു ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആണ്, അടിപൊളിയാണ്. നല്ല ലോഞ്ചിറ്റിവിറ്റി ആണ്. 6 to 8 hours ഒക്കെ അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ഫ്രൂട്ടി നോട്ട്സ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അടുത്തത് അഗൈൻ ഒരു യൂണിസെക്സ് പെർഫ്യൂമാണ്. ഇത് ഊദ് അൽ ഷാംസിന്റെ ബോഡി പെർഫ്യൂമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ് വരുന്നത്. ഒരു നോർമൽ ബ്രൗൺ ആൻഡ് ഗോൾഡൻ പാക്കേജിംഗ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്. ഒരു നോർമൽ ഗ്ലാസ് പാക്കേജിംഗ് ആണ്. അതുപോലെ ഒരു ഗ്ലാസ് അടപ്പുമുണ്ട്.
സോ ഇത് ഒരു സ്പൈസി ഊദ് ഫ്രേഗ്രൻസ് ആണ് ഇതിന്. അപ്പോൾ ഊദ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ടോപ്പ് നോട്ട്സ് ഒക്കെ ഒരു ഇൻസെൻസ്, സാൻഡൽവുഡ് അങ്ങനത്തെ ഒരു ടോപ്പ് നോട്ട്സ് ആണ് വരുന്നത്. മിഡിൽ വരുന്നത് ആംബർ ആൻഡ് സ്വീറ്റ് വനീല, ബേസ് വരുന്നത് ഊദ് ആൻഡ് റോസ് ഓഫ് ഡമാസ്കസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോറൽ മസ്കി ഫ്രേഗ്രൻസിൻ്റെ കൂടെ ഊദ് മിക്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഊദ് ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് എല്ലാ ഊദ് ഫ്രേഗ്രൻസുകളൊന്നും ഇഷ്ടമല്ല കേട്ടോ, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കണ പോലൊക്കെ തോന്നും. നമ്മൾ യൂസ് ചെയ്യുന്ന അളവ് കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദന എടുക്കും. അപ്പം ഇത് പക്ഷേ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള, പ്ലസന്റ് എന്നല്ല എങ്ങനെയാ പറയേണ്ട, ഒരു ഫ്ലോറൽ ഊദ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ്. നല്ലൊരു പെർഫ്യൂമാണിത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വളരെ ചെറിയ എമൗണ്ടിലാണ് യൂസ് ചെയ്യാറുള്ളത്, കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഊതിൻ്റെ ഫ്രേഗ്രൻസ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മിതമായ അളവിൽ യൂസ് ചെയ്യാറുള്ളൂ. ബട്ട് ഒരു നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി തലവേദന ഒന്നും വരുത്താത്ത ഒരു ഊത് ഫ്രേഗ്രൻസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓഡി പെർഫ്യൂംസും ഓഡി ടോയ്ലറ്റും ആണെന്ന്. ഇത് രണ്ടിനും പെടാത്തൊരു ഐറ്റമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത്തർ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പോട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. അതായത് നമ്മൾ പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ചു പോകുന്നതല്ല, ഇത് ഭയങ്കര പോട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫ്യൂ ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ പൾസ് പോയിന്റ്സിൽ മാത്രം ഒന്ന് തൊട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഭയങ്കര പോട്ടൻ്റ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് ഇതിന് വരുന്നത്. ഇത് ഖലീസിൻ്റെ അത്തറാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതിൽ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സിൽവർ കളറും മുകളിലൊരു റോസ് പോലെയും അതിൻ്റെ നടുക്കൊരു സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ നമുക്ക് വാനിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് അത്തറാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഡ്രോപ്പർ പോലെയുള്ളൊരു ആപ്ലിക്കേറ്ററാണ് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പൾസ് പോയിന്റ്സിൽ മാത്രം ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് ഒരു ഫ്ലോറൽ നോട്ട്സ് ആണ്. കാര്യം അത്തറാണെങ്കിലും, അത്ര എന്ന് പറയുമ്പോൾ ഊതിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ബട്ട് ഇതും ഒരു ഫ്ലോറൽ ഊതാണ്. ഒരു റോസ് നോട്ട്സ് ഒക്കെ ഇതിൽ നല്ലോണം പ്രകടമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാക്ട്ലി ഇത് മാർക്കറ്റിൽ തപ്പിയെടുക്കാനൊക്കെ പാടായിരിക്കും. സോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് അത്ര ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ പോലും തപ്പിയെടുക്കാൻ പാടാണ്. ഈവൻ ഷോപ്സിൽ ചെന്നാൽ പോലും തപ്പിയെടുക്കാൻ പാടാണ്. ബട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നോക്കുക. ഇത് നല്ലൊരു റോസ് ഫ്രേഗ്രൻസ് ഉള്ള ഒരു ഊത് ഫ്രേഗ്രൻസ് ആണ്. സോ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഭയങ്കര പോട്ടൻ്റ് ആണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല റിഫ്രഷിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് നോൺ ആൽക്കഹോളിക് ആണ്. അത്ര ആയതുകൊണ്ട് തന്നെ നോൺ ആൽക്കഹോളിക് ആണ്, ഹലാലാണ്. സോ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഇത് സേഫായിട്ട് യൂസ് ചെയ്യാം, അടിപൊളിയാണ്. അടുത്തത് എൻ്റെ കയ്യിലുള്ളത് മിനിസോയുടെ ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇത് ഓഡി ടോയ്ലറ്റ് ആണ്. കളേഴ്സ് ഓഫ് ലൈഫിൻ്റെ വയലറ്റ് മസ്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. നല്ലൊരു ബേബി പിങ്ക് പാക്കേജിങ് ആണ് ഇതിന്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നല്ലൊരു ബേബി പിങ്ക് ബോട്ടിലാണ്, നല്ല ക്യൂട്ടാണ്. എനിക്ക് ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. ഇതിൻ്റെ ഫ്രേഗ്രൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഗൈൻ ഒരു ഫ്രൂട്ടി ഫ്ലോറൽ വുഡി ഫ്രേഗ്രൻസ് ആണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണിത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ഞാനിത് എൻ്റെ മിനിസോ ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിതിൻ്റെ ഫ്രേഗ്രൻസിൻ്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മിനിസോ ഹോള് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. നല്ല അഫോർഡബിൾ ആയിട്ട് കുറേ കാര്യങ്ങൾ വാങ്ങിച്ചൊരു വീഡിയോ ആണ്, കണ്ടു നോക്കുക. ഇതിൻ്റെ നോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ട്സ് വരുന്നത് ഓറഞ്ച് ആൻഡ് റാസ്ബെറി, മിഡിൽ വരുന്നത് കാരമൽ, പച്ചൂളി, ജാസ്മിൻ ഓർ വൈറ്റ് ഫ്ലോറൽ, ബേസ് വരുന്നത് മസ്ക് ആൻഡ് വനില. സോ അതുകൊണ്ട് തന്നെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ വുഡി ഫ്രേഗ്രൻസ് ആണിത്. എൻ്റെ മിനിസോയുടെ വീഡിയോയുടെ താഴെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രേഗ്രൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമോ എന്ന്. അപ്പോൾ റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് ഉള്ള റേഞ്ചിലാണ് ഇത് കിട്ടുന്നത്. അപ്പം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണിത്. നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാം. പിന്നെ ഇത് ഓഡി ടോയ്ലറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റിവിറ്റി ഒരു 3 to 4 hours ഒക്കെ ഉള്ളൂ. ബട്ട് നമ്മൾ പേ ചെയ്യുന്ന മണിക്ക് നല്ല വാല്യൂ ആയിട്ട് തന്നെ ഉള്ളൊരു സാധനമാണ്, അടിപൊളിയാണ്. അടുത്തതും മിനിസോയുടെ തന്നെ ഒരു പെർഫ്യൂമാണ്. ഇത് അവരുടെ ഒരു ട്രാവൽ സൈസുള്ള പെർഫ്യൂമാണ്. അണ്ടർ ദ പ്യുവർ ട്രീ എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്ന ഒരു മിൻറ്റ് ഗ്രീൻ പാക്കേജിങ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഒരു ഗ്ലാസ് ബോട്ടിലാണിത് വിത്ത് ഒരു സിൽവർ ടോപ്പ്.
ഈ പെർഫ്യൂമും ഒരു ഫ്ലോറൽ വുഡി ഫ്രേഗ്രൻസ് ആണ്. ഇതിൻ്റെ പാക്കേജിങ് ഗ്ലാസ് ആണ്, എന്നാൽ പോലും നമുക്ക് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൈസാണിത്. അപ്പോൾ നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് ഈസിലി കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യുന്ന പെർഫ്യൂം ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ് ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ട് വരുന്നത് അഗൈൻ ഓറഞ്ച്, അനൈസ് ആൻഡ് ആൽമണ്ട്. മിഡിൽ വരുന്നത് റോസ്, ജാസ്മിൻ, ഓറഞ്ച് ഫ്ലവർ. ബേസ് വരുന്നത് കാരമൽ, വനില, ടോങ്ക, മസ്ക്. സോ ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ച് ടോപ്പ് നോട്ടിൽ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നല്ലൊരു ഫ്രഷ് ഫ്രേഗ്രൻസ് വരുന്നത്. അതുപോലെ ബേസ് ഡ്രൈ ഡൗൺ വരുമ്പോഴത്തേക്കും മസ്കും ടോങ്ക ബീനും വനിലയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. അതുപോലെ തന്നെ ഇത് സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വരുന്ന ഒരു പെർഫ്യൂമാണ്. സോ നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂം വേണമെങ്കിൽ, അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂം വേണമെങ്കിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് മെഗൻ ഞാൻ ആ മിൻസോ ഹോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യമൊക്കെ. റിവ്യൂ ആയിട്ട് ചോദിച്ച ആളോട് പറയാണ് നല്ല പെർഫ്യൂമാണ്, അഫോർഡബിൾ ആണ്. പിന്നെ ലോഞ്ചിറ്റിവിറ്റി പറയുകയാണെങ്കിൽ 2 to 3 hours ഒക്കെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ബട്ട് നമ്മൾ പേ ചെയ്യുന്ന പൈസയ്ക്ക് എന്തുകൊണ്ടും വാല്യൂ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് അഗൈൻ റസാസിയുടെ ഒരു പെർഫ്യൂമാണ്. അവരുടെ അബ്യാൺ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഒരു സിൽവർ ആൻഡ് വയലറ്റ് കളറുള്ള പാക്കേജിങ് ആണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇവർ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാക്കേജിങ് ആണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റോൺസ് ഒക്കെ കൊണ്ടൊരു ടോപ്പാണുള്ളത്. നല്ല ഭംഗിയാണിത് എൻ്റെ ബോട്ടിൽ കാണാനായിട്ട്. ഇത് അഗൈൻ ഒരു വുഡി സ്പൈസി ഫ്രേഗ്രൻസ് ആണ്. ഓഡി പെർഫ്യൂം ആണിത്. ഇവർ പറയുന്നത് ഇത് മെൻ പെർഫ്യൂം ആണെന്നാണ്. അഗൈൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മെൻ വുമൺ എന്നുള്ള വേർതിരിവൊന്നുമില്ല. എനിക്ക് ഫ്രേഗ്രൻസ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ യൂസ് ചെയ്യും. എൻ്റെ ഒരു നോട്ടത്തിൽ ഇത് സ്ത്രീകൾ യൂസ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. അത്രയ്ക്കൊക്കെ ഭയങ്കര മാസ്കുലിൻ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഒന്നും അല്ല ഇതിന് വരുന്നത്. നല്ലൊരു സ്പൈസി വുഡി ഫ്രേഗ്രൻസ് ആണ് ഇതിനുള്ളത്. നോട്ട്സ് പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ട് വരുന്നത് കാർഡമം, ഗ്രേപ്പ് ഫ്രൂട്ട്, മാൻഡറിൻ, ഓറഞ്ച് ആൻഡ് സിനമൺ. മിഡിൽ വരുന്നത് ആപ്പിൾ ആൻഡ് റോസ്. ബേസ് വരുന്നത് ലെതർ, മസ്ക് ആൻഡ് വുഡി നോട്ട്സ്. സോ ഇതിൽ ആ ബേസ് നോട്ടിൽ ലെതർ വരുന്നത് കൊണ്ടാണ് കുറച്ച് മാസ്കുലിൻ ടച്ച് വരുന്നത്. ഒരു മസ്കി വുഡി ഡ്രൈ ഡൗൺ ആണ് വരുന്നത്. പിന്നെ അതുപോലെ ടോപ്പ് നോട്ടിൽ കാർഡമം ഉള്ളത് കൊണ്ടാണ് ആ ഒരു സ്പൈസി നേച്ചർ വരുന്നത് ഈ ഒരു ഫ്രേഗ്രൻസിന്. പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ ഓറഞ്ചും ഗ്രേപ്പ് ഫ്രൂട്ടും റോസും ഒക്കെയാണ്. സോ ഒരു ഫ്രൂട്ടി, ഫ്ലോറൽ ആൻഡ് സ്പൈസി നോട്ട്സ് ആണ് ടോപ്പ് നോട്ടിൽ വരുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് ആ ഒരു നോട്ട്സ് ആണ് പ്രകടമായിട്ട് അറിയുക. ഡ്രൈ ഡൗൺ ആകുമ്പോഴത്തേക്കും മസ്കി നോട്ട്സ് വരും. എന്തുകൊണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതുപോലത്തെ കുറച്ച് ഒരു മാസ്കുലിൻ ടച്ച് വരുന്ന ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. അടുത്തത് അഗൈൻ ഒരു മെൻ പെർഫ്യൂമാണ്. ഇത് ബൾഗാരി മാൻ വുഡ് എസൻസ് എന്നുള്ള പെർഫ്യൂമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ വുഡ് എസൻസ് എന്നാണല്ലോ പേര്. അതുപോലെ തന്നെ ഒരു നല്ലൊരു വുഡി ഫ്രേഗ്രൻസ് ആണ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയതല്ല. ഞാൻ ഇതായിട്ട് വാങ്ങിയതല്ല. വേറെ ഏതോ ഫ്രേഗ്രൻസ് വാങ്ങിച്ചപ്പോൾ അതിന് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇത് 10 ml മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് യൂസ് ചെയ്ത് തീർത്തിട്ടുമുണ്ട്. ഇത് 15 ml ആണ് കേട്ടോ. ഇത് 15 ml ആണ് ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു വുഡി ഫ്രേഗ്രൻസ് ആണ്. നിങ്ങൾക്ക് മെൻ ഫ്രേഗ്രൻസുകളൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഇതിന് ആ ഒരു മാസ്കുലിൻ നേച്ചർ കുറച്ച് കൂടുതലായിട്ടുള്ളതാണ്. ഒബ്വിയസ്ലി മെൻ ഫ്രേഗ്രൻസ് എന്നാണല്ലോ പേര്. ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ട് വരുന്നത് സിട്രസസ് വിത്ത് ഷുഗർ, ലെമൺ സെസ്റ്റ് ആൻഡ് കൊറിയാണ്ടർ ലീഫ്. മിഡിൽ വരുന്നത് സൈപ്രസ്, സെഡാർ ആൻഡ് വെറ്റിഗർ. ബേസ് വരുന്നത് ബെൻസോയിൻ. അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പിലുള്ള ഒരു കൊറിയാണ്ടർ നോട്ടൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു നോട്ടാണ്. അതായത് അങ്ങനെ ഇങ്ങനെയൊന്നും പെർഫ്യൂംസിൽ കൊറിയാണ്ടർ നോട്ട്സ് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളിത് യൂസ് ചെയ്തിട്ട് ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാഷ് ചെയ്താൽ പോലും നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഫ്രേഗ്രൻസ് അതിൽ കാണും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. അടിപൊളിയാണ്. നിങ്ങളുടെ സിഗ്നിഫിക്കൻ്റ് അതറിനോ അല്ല ബ്രദേഴ്സിനോ ഫാദറിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളി ഒരു ഫ്രേഗ്രൻസ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫ്രേഗ്രൻസും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു ഫ്രേഗ്രൻസ് ആണ്. ഇത് റെഡ് കാർപ്പറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ഇത് ഓഡി ടോയ്ലറ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. പ്രിറ്റി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്, ഒരു റെഡ് കളർ ഗ്ലാസ് ബോട്ടിലാണ്, ഒരു റെഡ് കളർ ടോപ്പൊക്കെ ഉണ്ട്. ഇത് ഹബീബി പെർഫ്യൂംസിൻ്റെ റെഡ് കാർപ്പറ്റ് ക്ലബ് എന്നുള്ള ഫ്രേഗ്രൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഓഡി ടോയ്ലറ്റ് ആണ്. ഇത് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഓൺലൈനായിട്ട് ഇതിൻ്റെ നോട്ട്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഫ്രേഗ്രൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഗൈൻ ഒരു ഊദ് കമ്പൈൻഡ് വിത്ത് ഫ്ലോറൽ ആൻഡ് വെനില നോട്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ നോക്കിയിട്ട് നമുക്ക് നോട്ട്സ് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രേഗ്രൻസ് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊരു വനീല ഫ്രേഗ്രൻസ് ഉണ്ട്, ഒരു ഫ്ലോറൽ നോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അറബിക് നോട്ട് ഉണ്ട്, ഒരു സ്പൈസി ഇൻസെൻസിൻ്റെ ഒക്കെ ഒരു നോട്ടും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. നല്ല ഫ്രേഗ്രൻസ് ആണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു അറബിക് ഫ്രേഗ്രൻസുകളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടമാകും. ലോഞ്ചിറ്റിവിറ്റി ഒത്തിരി ഇല്ല, ഒരു 3 to 4 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് അതർവൈസ് നല്ലൊരു ഫ്രേഗ്രൻസ് തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2 പെർഫ്യൂംസ് ഏറ്റവും ലാസ്റ്റിലേക്കാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പെർഫ്യൂമാണ്. വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്സ് ആണ്. ഒത്തിരി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണിത്. ഞാൻ പറയുന്നത് ഹ്യൂഗോ ബോസിൻ്റെ ദ സെൻറ്റ് ഫോർ ഹെർ എന്നുള്ളൊരു പെർഫ്യൂമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്, ഒരു ഗോൾഡൻ ആൻഡ് ഫ്ലഷ് കളറിലുള്ള ഒരു പാക്കേജിംഗ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതിൻ്റെ ഒരു ഗോൾഡൻ ക്യാപ്പ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ഹ്യൂഗോ ബോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ്. ഇതിലെ ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാനത് എന്തോരം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ക്വാണ്ടിറ്റി ഇത്രയും കുറവ്. ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓഡി പെർഫ്യൂമാണ്. ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആണിത്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള, നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഇതായിരിക്കും മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു സിഗ്നേച്ചർ ഫ്രേഗ്രൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഞാനിത് ഒത്തിരി പേർക്ക് റെക്കമെൻഡും ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണിത്. ഇതിൻ്റെ ഒരു നോട്ട്സ് പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ട്സ് വരുന്നത് പീച്ച് ആൻഡ് ഫ്രീഷ്യ ആണ്, മിഡിൽ വരുന്നത് ഓസ്മാന്തസ്, ബേസ് വരുന്നത് കക്കാവോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണിത്. ഡ്രൈ ഡൗൺ വരുന്നത് ആ ഒരു കക്കാവോ സ്മെല്ലാണ് വരുന്നത്. ടോപ്പ് നോട്ടിലുള്ള ആ ഒരു പീച്ച് ആൻഡ് ഓസ്മാന്തസ് കാരണം തന്നെ നല്ലൊരു ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ് വിത്ത് എ മസ്കി ഡ്രൈ ഡൗൺ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കോമ്പിനേഷനാണ്. നിങ്ങളിപ്പോൾ ഇത്രയും പെർഫ്യൂം കണ്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ചെയ്യുക. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് ആണ്. അതുപോലെ തന്നെ ഡ്രൈ ഡൗൺ അടിപൊളിയാണ്, ലോഞ്ചിറ്റിവിറ്റി അടിപൊളിയാണ്, എല്ലാം കൊണ്ടും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ പുതിയൊരു ഫ്രേഗ്രൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോറൽ മസ്കി ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാൻ ഭയങ്കര സൂക്ഷിച്ച് യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്, അതായത് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് എലിസാബിൻ്റെ ഗേൾ ഓഫ് നൗ എന്നുള്ള ആ ഒരു പെർഫ്യൂം റേഞ്ചിലുള്ള ഷൈൻ എന്നുള്ള പെർഫ്യൂമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പാക്കേജിങ് വരുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു പാക്കേജിംഗ് ആണ്, ഒരു മിൻറ്റ് ഗ്രീൻ ആൻഡ് ഗോൾഡൻ പാക്കേജിംഗ് ആണ്. നല്ല ഭംഗിയുള്ള പാക്കേജിംഗ് ആണ്. ഈവൻ ഈ പാക്കേജിങ്ങിന് പോലും ഭയങ്കര ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണിത്. ഇതും പറഞ്ഞാൽ ഓഡി പെർഫ്യൂമാണ്. ഇതിൻ്റെ ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. സൂപ്പർ ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ്, സോ പ്രിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. സൂപ്പർ പ്രിറ്റി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. നിങ്ങളുടെ വാനിറ്റിയിലൊക്കെ വെക്കാനായിട്ട് അടിപൊളി ബോട്ടിലാണ്. ഇതിൻ്റെ പാക്കേജിങ് മാത്രമല്ല, ഇതിൻ്റെ ഫ്രേഗ്രൻസും ഭയങ്കര യുണീക്കാണ്. ഭയങ്കര ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ഇത് ഒരു ആംബർ ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. ഒരു അടിപൊളി യുണീക്ക് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ടോപ്പ് നോട്ട് വരുന്നത് പൈനാപ്പിൾ, പിസ്താഷ്യോ, പിയർ ആൻഡ് മാൻഡറിൻ ഓറഞ്ച്, മിഡിൽ വരുന്നത് ബിറ്റർ ആൽമണ്ട്, ജാസ്മിൻ, ഓറഞ്ച് ബ്ലോസം, ബേസ് വരുന്നത് വാനില, പച്ചോളി ആൻഡ് ഐറിസ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടോപ്പ് നോട്ടിലുള്ള ഒരു പിസ്താഷ്യോ ആണ് ഇതിൻ്റെ മെയിൻ ആ ഒരു യുണീക്നെസ് കൊണ്ടുവരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം പിസ്താഷ്യോ അങ്ങനെ പെർഫ്യൂംസിലൊന്നും യൂഷ്വലി കാണുന്ന ഒരു സാധനമല്ല. ആൽമണ്ട്സ് ഒക്കെ കാണാറുണ്ട്, പക്ഷേ പിസ്താഷ്യോ ഇസ് വെരി റെയർ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നോട്ടാണ് ഇതിൻ്റെ ആ ഒരു യുണീക്കായിട്ടുള്ള ഫ്രേഗ്രൻസിൻ്റെ കാരണം. എലിസാബിൻ്റെ ഗേൾ ഓഫ് നൗ എന്നുള്ളൊരു പെർഫ്യൂം ഉണ്ട്, അതാണ് ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് തീർന്നു പോയി.
അപ്പം അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണിത്. അതും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണത്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കിട്ടിയില്ല, അപ്പോഴാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചത്. ഇതിപ്പോൾ ഞാൻ സൂക്ഷിച്ചാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും തീർന്നിട്ട് കിട്ടാണ്ടായല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം വളരെ കുറച്ചേ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ബ്യൂട്ടിഫുൾ ഫ്രേഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂഗോ ബോസും ഇതും ആണ് ഞാൻ ഈ ഒരു കാണിച്ച ഇത്രയും ഫ്രേഗ്രൻസിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ ഹ്യൂഗോ ബോസ് ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുതിയ ഫ്രേഗ്രൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗിവ് ഇറ്റ് എ ട്രൈ, യു ഗൈസ് വിൽ ലവ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന എൻ്റെ പെർഫ്യൂംസ്. ഞാൻ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഒരു ഫ്ലോറൽ, ഫ്രൂട്ടി, മസ്കി ഫ്രേഗ്രൻസുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും ഞാൻ നല്ല പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.